പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന കഞ്ഞിക്കുഴിയിലെ PC വർഗീസ് ഓർമ്മയായി. കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്തിയ നാടാർ ഇൻസ്പെക്ടർ എന്ന സത്യനെ വകവരുത്താൻ ശ്രമം നടത്തിയ പട്ടിണി വർഗീസിന്റെ ജീവിതം ചരിത്രത്തിലെ വേറിട്ട അധ്യായമാണ്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന PC വർഗീസ് ഓർമ്മയായി. നിസാരമായി എഴുതി ചുരുക്കേണ്ട ജീവിതമല്ല ഈ മനുഷ്യൻ്റേത്. PC വർഗീസ് എന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഓർമ്മയായത് 103-ാം വയസ്സിൽ. കേരളത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രായം കൂടിയ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളായിരുന്നു വർഗീസ്. കൂട്ടുസഖാക്കളെ ഇടിച്ചമർത്തിയ നാടാർ ഇൻസ്പെക്ടറോട് തീർത്താൽ തീരാത്ത പക വർഗീസ് പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. പിന്നീട് സത്യൻ എന്ന സിനിമാ നടനായി മാറിയ നാടാർ ഇൻസ്പെക്ടറോടുള്ള രോഷം ജീവിതാവസാനം വരെ PC വർഗീസ് കൊണ്ടു നടന്നു. അയാളുടെ സിനിമകൾ ഞങ്ങൾ കാണില്ലായിരുന്നു. അത് പാർട്ടി തീരുമാനമായിരുന്നു. സത്യൻ എന്ന നടനോടുള്ള രോഷം ആ വാക്കുകളിൽ എന്നും പുകഞ്ഞു നിന്നിരുന്നു. 4 തവണ അയാളെ കൊല്ലാൻ അവർ ആഞ്ഞതാണ്. അപ്പോഴെല്ലാം കളരി അഭ്യാസിയായ സത്യൻ ശത്രുക്കളെ കീഴടക്കി മരണത്തെ ഒഴിച്ചു നിർത്തി. 1948-ൽ കൽക്കത്ത തിസീസ് വന്നപ്പോൾ വർഗീസ് എന്ന അതിവിപ്ലവകാരി അതിൽ ആകൃഷ്ടനായി. സായുധ വിപ്ലവത്തിലൂടെ നാടിന്റെ അധികാരം പിടിക്കാൻ കമ്മ്യൂണിസ്റ്റുകൾ തുനിഞ്ഞിറങ്ങി. ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണമായ പോലീസിനെ കീഴടക്കി അവരുടെ തോക്കുകൾ കൈക്കലാക്കി ലോക്കപ്പിലുള്ള സഖാക്കളെ തുറന്നുവിട്ട് അധികാരം പിടിച്ചെടുക്കണം. അതിനുള്ള ആദ്യ ശ്രമം നടന്നത് ഇടപ്പള്ളിയിലാണെന്ന വാദം വർഗീസ് പൊളിച്ചെഴുതി. അതിന്റെ ആദ്യ ശ്രമം നടന്നത് ഇടപ്പള്ളിയിലല്ല, ചേർത്തലയിലായിരുന്നു. ഇന്നത്തെ DYSP ഓഫീസായിരുന്നു അന്നത്തെ സ്റ്റേഷൻ. ഒരു വേനൽക്കാല അർദ്ധരാത്രിയിൽ വർഗീസ്, CK മാധവൻ എന്നിവരുടെ നേതൃത്വത്തിൽ 100ഓളം പേർ സ്റ്റേഷൻ പരിസരത്ത് ഇരുട്ടിനെ പിൻപറ്റി നിലയുറപ്പിച്ചു. അരണ്ട റാന്തൽ വെളിച്ചത്തിൽ ഉറക്കം തൂങ്ങുന്ന സെൻട്രിയെ കാണാം. അകത്തുള്ള പോലീസുകാർ ഉറക്കത്തിൽ. ലോക്കപ്പ് നിറയെ സഖാക്കൾ. സെൻട്രിയുടെ കയ്യിലെ വിരലിൽ കോർത്തിട്ടിരിക്കുന്ന താക്കോൽ കൂട്ടം തിളങ്ങുന്നത് ദൂരെ നിന്ന് അവർ കണ്ടു. ആദ്യം അയാളെ കീഴടക്കി തോക്ക് കൈക്കലാക്കണം. എന്നിട്ട് താക്കോലെടുത്ത് ലോക്കപ്പ് തുറന്ന് സഖാക്കളെ മോചിപ്പിച്ച് ബാക്കിയുള്ള പോലീസുകാരെയും കീഴടക്കി തോക്കുകൾ മുഴുവൻ കൈക്കലാക്കണം. ഇതായിരുന്നു തീരുമാനം. ഇരുട്ടിൽ നിന്ന സഖാക്കൾ പതുക്കെ മുന്നോട്ട് നീങ്ങി. ഉറക്കം തൂങ്ങിയ സെൻട്രി അനക്കം കേട്ട ഞെട്ടി ഉണർന്നു. ഇരുട്ടിൽ ചില രൂപങ്ങൾ അനങ്ങുന്നു. കമ്മ്യൂണിസ്റ്റുകൾ അക്രമം അഴിച്ചുവിടുമെന്ന രഹസ്യ പോലീസ് അറിയിപ്പുണ്ട്. അയാൾ കയ്യിലുള്ള വിസിൽ ആഞ്ഞൂതി. ഉറക്കത്തിലായിരുന്ന പോലീസുകാർ ഞെട്ടി ഉണർന്നു. പെട്ടെന്ന് അവർ നിറതോക്കുകൾ കയ്യിലെടുത്ത സ്റ്റേഷന്റെ പുറത്ത് ചാടി. 1-2 പോലീസുകാർ ഇരുട്ടിൽ ഓടി മറയുന്നവർക്ക് നേരെ വെടിവെച്ചെങ്കിലും ആർക്കും കൊണ്ടില്ല. അനുമതിയില്ലാതെ നടത്തിയ ആക്ഷൻ പാർട്ടി തള്ളാനും കൊള്ളാനും പോയില്ല. വർഗീസ് ആ സമയത്ത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാരാർകുളം ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. ഇത് പലപ്പോഴും വർഗീസ് വെളിപ്പെടുത്തിയിരുന്നു. പിളർപ്പിന് ശേഷം CPM-ൽ നിലയുറപ്പിച്ചു. സഖാവ് വർഗീസിന്റെ ജീവശ്വാസത്തിൽ പോലും പാർട്ടിയാണ്. ഒരു പത്രം മാത്രമേ വായിക്കൂ, അത് ദേശാഭിമാനി. കഞ്ഞിക്കുഴി വനസ്വർഗം പുത്തൻപള്ളി വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പഴയ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോഴും പറയുമായിരുന്നു. പിന്നെ കുറച്ച് നാളുടെ ഇങ്ങനെ ഭയങ്കര കിടപ്പായിരുന്നു. എങ്കിലും ഇടയ്ക്കൊക്കെ എണീപ്പിച്ചിരുത്തി അങ്ങനെ ഇരിക്കും. പിന്നെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 103-ാം വയസ്സിലാണ് PC വർഗീസ് എന്ന പട്ടിണി വർഗീസ് ഓർമ്മയാകുന്നത്. ലീലയാണ് ഭാര്യ. പരേതനായ സാബു, സുരജൻ, ലിജി വർഗീസ്, എയർ ഇന്ത്യയിലെ റെജി വർഗീസ്, ന്യൂസിലൻഡിലുള്ള സാബി വർഗീസ് എന്നിവർ മക്കളും, ബെന്നി, ലീന, റെജി, ജിജി സാബി എന്നിവർ മരുമക്കളുമാണ്. സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 11 മണിക്ക് SL പുരം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. നേതാക്കളും പ്രവർത്തകരുമടക്കം 100 കണക്കിന് ആളുകൾ അന്തരിച്ച PC വർഗീസ് എന്ന പട്ടിണി വർഗീസിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു.